2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി സിമന്റ് സെക്ടറിലെ കമ്പനികളുടെ റവന്യൂവിൽ മികച്ച ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് UBS റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സിമന്റ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അംബുജ സിമന്റ്, ഡാൽമിയ, ACC, അൾട്രാടെക് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നത്. അദാനി ഗ്രൂപ്പ് സിമന്റ് സെക്ടറിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സിമന്റ് സെക്ടറിൽ സിമന്റിനുള്ള ഡിമാൻഡ് ഇടിയുകയും സിമന്റ് സെക്ടറിലെ കമ്പനികൾക്കിടയിലുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. 2023 ജൂലൈ മാസം മുതൽ ഒട്ടുമിക്ക റേറ്റിംഗ് ഏജൻസികളും സിമന്റ് സെക്ടറിലേക്ക് നെഗറ്റീവ് റേറ്റിംഗ് ആണ് നൽകിയത്. എന്നാൽ 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും സിമന്റ് സെക്ടറിലെ കമ്പനികളുടെ റവന്യൂവിൽ വർധനവ് വരാൻ സാധ്യതയുണ്ടെന്നും UBSന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ UBS സിമന്റ് സെക്ടറിലെ ചില സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. അൾട്രാടെക് സിമന്റ് ഇന്ന് 3.71% ഉയർന്നു. ഇൻട്രാഡേയിൽ 11,461 വരെ ഉയർന്നിരുന്നു. അംബുജ സിമന്റ് 2.75%, ACC ഇൻട്രാഡേയിൽ 1.79% ഉയർന്നു. 27 ഫിനാൻഷ്യൽ ഇയറിൽ സിമന്റ് സെക്ടറിലെ കമ്പനികളുടെ എബിറ്റയിൽ 18 മുതൽ 43% വളർച്ച പ്രതീക്ഷിക്കാമെന്ന് UBSന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹൗസിംഗ് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഉണർവും ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും കൂടാതെ ഡിസ്പോസിബിൾ ഇൻകത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ലാബിൻ്റെ, അതായത് ടാക്സ് സ്ലാബിൻ്റെ രൂപീകരണവുമൊക്കെ സിമൻറ്റിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സിമൻറ്റിൻ്റെ ഡിമാൻഡ് ഉയരാനും കമ്പനികളുടെ മാർജിൻ ഇംപ്രൂവ് ആകാനും സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് മുൻനിര കമ്പനികളായ അൾട്രാടെക് സിമൻറ്റിനും അംബുജ സിമൻറ്റിനും UBS ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു. അംബുജ സിമൻറ്റ് അഗ്രസീവായിട്ടുള്ള ഓർഗാനിക് ഗ്രോത്ത് ആണ് കൈവരിക്കുന്നത്. അംബുജ സിമൻറ്റിൻ്റെ അക്വിസിഷനും അതുപോലെ തന്നെ അംബുജ സിമൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലും വളരെയധികം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. റിന്യൂവബിൾ എനർജിയിലേക്ക് അംബുജ സിമൻറ്റ് മാറിയതും റീസൈക്ലിങ്ങിൽ അംബുജ സിമൻറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും റെയിൽ വഴി ചരക്ക് നീക്കത്തിലൂടെ കമ്പനി മികച്ച രീതിയിലുള്ള സമയം ലാഭിക്കുന്നതിൻ്റെയും കൂടാതെ കൃത്യമായ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നിവ വഴിയും അംബുജ സിമൻറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകി. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ UBS അംബുജ സിമൻറ്റിൻ്റെ ടാർഗറ്റ് 475 നിന്നും 620 ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ നിന്ന് ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് 4% ഉയർന്ന് 538 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അൾട്രാടെക് സിമൻറ്റിൻ്റെ ടാർഗറ്റും UBS ഉയർത്തിയിട്ടുണ്ട്. 9,000 നിന്നും 13,000 ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നത്. ഡാൽമിയ ഭാരതിൻ്റെ ടാർഗറ്റ് 2,100 രൂപയും ACCയുടെ ടാർഗറ്റ് 2,250 രൂപയായി ഉയർത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഏറ്റവും മികച്ച പെർഫോമൻസ് അംബുജ സിമൻറ്റ് തന്നെ കാഴ്ചവെച്ചു. അംബുജ സിമൻറ്റ് 4% ഹയർ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സ്റ്റോക്കിൻ്റെ RSI നമ്മൾ പരിശോധിച്ചാൽ RSI 63 ട്രേഡ് ചെയ്യുന്നു. ഇത് സ്റ്റോക്ക് ഓവർബോട്ട് സോണിലോ ഓവർസോൾഡ് സോണിലോ അല്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കൂടാതെ ശക്തമായ ബൈയിങ് മൊമെൻറ്റത്തെയും RSI ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അംബുജ സിമൻറ്റിൻ്റെ സ്റ്റോക്ക് 100 ഡേ, 150 ഡേ, 200 ഡേ എന്നീ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം 5 ഡേ, 10 ഡേ, 20 ഡേ, 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. 2024 ഡിസംബറിലെ ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റിൽ 242% വർദ്ധിച്ച് 514 കോടിയിൽ നിന്നും 1,718 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 140% വർദ്ധിച്ച് 1,091 കോടിയിൽ നിന്നും 2,620 കോടിയായി ഉയരുകയും ചെയ്തു. ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസാണ് അംബുജ സിമൻറ്റിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സിമൻറ്റ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. വീഡിയോ എല്ലാവർക്കും